നമസ്കാരം. ബൃഹദാരണ്യകത്തിലെ യാജ്ഞവൽക്യന്റെ കഥയിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. യാജ്ഞവൽക്യന് 2 ഭാര്യമാരായിരുന്നു ഉണ്ടായിരുന്നത്. മൈത്രേയും രണ്ടാമത്തത് കാർത്യായനിയുമായിരുന്നു. എന്നാൽ യാജ്ഞവൽക്യന് മൈത്രയോടായിരുന്നു താല്പര്യം കൂടുതലുണ്ടായിരുന്നത്. കാരണം എത്ര ധനം മൈത്രേയിക്ക് കൊടുത്താലും അതിൽ സന്തോഷം കണ്ടെത്തുന്നവൾ അല്ലായിരുന്നു. ആത്മീയ സൗഭാഗ്യങ്ങളായിരുന്നു മൈത്രിയിലൂടെ ശ്രദ്ധ പതിഞ്ഞിരുന്നത്. ആ കാരണങ്ങൾ കൊണ്ടായിരുന്നു യാജ്ഞവൽക്യന് മൈത്രിയോട് വളരെ താല്പര്യം തോന്നിയിരുന്നത്. ഇങ്ങനെ ഇരിക്കെ യാജ്ഞവൽക്യൻ തൻ്റെ രാജഭരണം മൈത്രിയെയും കാർത്യായനിയെയും ഏൽപ്പിച്ചുകൊണ്ട് തപസ്സിരിക്കുവാൻ തീരുമാനിക്കുന്നു. യാജ്ഞവൽക്യൻ തൻ്റെ സ്വത്തുക്കളും 2 ഭാര്യമാർക്കായി വീതം നൽകിയിട്ട് തപസ്സിരിക്കുവാനായി പോകാൻ ഇറങ്ങുമ്പോൾ തൻ്റെ പ്രിയ പത്നിയായ മൈത്രിയെ വിളിച്ചടുത്തിരുത്തി പ്രേമമധുരമായ ഭാഷയിൽ ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ ഓരോന്നായി പറഞ്ഞു കൊടുക്കുന്നു. ഈ പ്രപഞ്ചം മുഴുവനും ആത്മാവിനാൽ നിർമ്മിതമാണ്. ആത്മാവെന്നാൽ ലഹരി മധുരമായ ഒന്നാണ്. ഈ ആത്മാവാണ് ഈ സർവ്വ ജീവജാലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത്. ഈ ആത്മാവിനെ അവരവർക്ക് തന്നെ കാണുവാനും അനുഭവിക്കുവാനും പരിപൂർണമായി ആത്മാവായി പരിവർത്തനം ചെയ്യുവാനും കഴിയും. എന്നാൽ ശരീരം കൊണ്ട് അവയെ സ്പർശിക്കുവാൻ കഴിയില്ല. ഉദാഹരണം, കണ്ണാടിയിൽ മുഖം നോക്കി ഉള്ള സൗന്ദര്യത്തെ നമ്മൾ ആസ്വദിക്കുന്നു. എന്നാൽ കണ്ണാടിയിൽ കാണുന്ന മുഖത്തിനെ നമുക്ക് സ്പർശിക്കുവാൻ സാധിക്കുകയില്ല. ഇനി അഥവാ സ്പർശിച്ചാൽ കണ്ണാടിയുടെ പ്രതലത്തിലാണ് നമുക്ക് സ്പർശിക്കുവാൻ കഴിയുന്നത്. അതായത് നമ്മുടെ ബോധത്തിന് മാത്രമേ അവയിൽ സ്പർശിക്കുവാൻ കഴിയുകയുള്ളൂ. ആത്മാവിനെ തിരിച്ചറിയുന്നവർക്ക് ഈ പ്രപഞ്ചത്തെ ചിത്രകാരേണ കാണപ്പെടുകയും പ്രപഞ്ച രഹസ്യങ്ങൾ ഓരോന്നായി വ്യക്തമായി കാണുവാനും സാധിക്കും. മരങ്ങൾ മധുവായി കാണുകയും പുഴകൾ മധുവായി ഒഴുകുകയും ആകാശം മധുവായി കാണുകയും നക്ഷത്രങ്ങളും ചന്ദ്രനും സൂര്യനും മധുവായി പ്രകാശിക്കുന്നതായി കാണുകയും ചെയ്യും. ഈ സർവപ്രപഞ്ചവും മുഴുവനും അതിമധുരമായി ജ്വലിച്ചു നിൽക്കുന്ന ഒരു ആത്മാവായി നമുക്ക് അനുഭവവേദ്യമാകും. ഇത് എല്ലാ മനുഷ്യർക്കും സാധ്യമാകുന്ന ഒന്നാണ് എന്ന് ബൃഹദാരണ്യകത്തിൽ പറയുന്നു. സാരംഗി ന്യൂസ്.